ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് ഈസി ആയിട്ട് ഫ്രഷ് മഷ്റൂം സൂപ്പ് വിത്ത് ഫ്രഷ് ഗ്രീൻ പേപ്പർ ആൻഡ് ഡ്രൈ ഗാർലിക്. സോ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞാൽ അനിയൻ, സവാള, മൈദ, അല്ലെങ്കിൽ റിഫൈൻഡ് ഫ്ലവർ, ക്യാരറ്റ്, ബേസിൽ ഫ്ലേവറിന് വേണ്ടി, ഫ്രഷ് ബട്ടർ മഷ്റൂം, ഡ്രൈ ഗാർലിക്, ദെൻ ഫ്രഷ് ഗ്രീൻ പേപ്പർ. ഇത്ര ബേസിക് ആയിട്ടുള്ള ദെൻ സോൾട്ട്. പിന്നെ സൂപ്പിന് വേണ്ടി പാലും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഫ്രഷ് മഷ്റൂം സൂപ്പിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ എണ്ണ ആഡ് ചെയ്തിട്ട് സവാള, ക്യാരറ്റ്, ഡ്രൈ ഗാർലിക്, ദെൻ കുറച്ച് ഗ്രീൻ പെപ്പർ കോൺ, ഇതെല്ലാം സോട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ബട്ടർ മഷ്റൂം ചേർക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിനു മുമ്പ് ഏകദേശം ഞാൻ 85 to 80 റെസിപ്പീസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. സോ കീപ് വാച്ചിങ് മൈ ചാനൽ. ഇതിലേക്ക് ഞാൻ ഏകദേശം 7-8 പെപ്പർ കോൺ മാത്രം ചേർക്കുന്നുള്ളൂ. കാരണം കൂടുതൽ ആഡ് ചെയ്താലും എരിവ് കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഇതിലേക്ക് ആവശ്യത്തിന് സാൾട്ട് ചേർത്ത് കൊടുക്കുക. ദെൻ സോട്ട് ഇറ്റ്. വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള റെസിപ്പീസാണ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മെയിൻ കോഴ്സ് ഉണ്ട്, സലാഡ് ഉണ്ട്, സൂപ്സ് ഉണ്ട്, ഡെസേർട്സ്. സോ keep visiting my channel so you get new recipes. നമ്മൾ അത് നേരത്തെ സോട്ട് ചെയ്ത സവാള, ക്യാരറ്റ്, ഗാർലിക് ആൻഡ് ഗ്രീൻ പേപ്പർ, അതിലേക്ക് മഷ്റൂം ആഡ് ചെയ്തിരിക്കുന്നു. ഇത് ഫ്രഷ് ബട്ടർ മഷ്റൂമാണ്. സോ നമ്മൾ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റോറിന് വാങ്ങിക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഫ്ലവർ ഇതിലേക്ക് മിക്സ് ചെയ്യുക. അതിന് റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. So we can keep blanch ചെയ്തിട്ട് we can store for longer life, 1 week or 2 weeks you can use if you keep properly in the freezer. So ഇതൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഡ്രൈ ബേസിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈ ബേസിൽ ഇല്ലെങ്കിൽ യു ക്യാൻ ആഡ് റോസ്മെരി, ഓർഗാനോ. ഒരു ഇന്ത്യൻ ഫ്ലേവറിന് വേണ്ടി കൊറിയൻഡർ ലീവ്സ്, മല്ലിയില ഓർ കറി ലീവ്സ് ഓർ മിൻറ്റ് ലീവ്സ്. സോ ഇതിലേക്ക് ഞാൻ സൂപ്പ് തിക്കനിങ്ങിന് വേണ്ടി ഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റിഫൈൻഡ് ഫ്ലവർ, മൈദയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ മൈദയുടെ പച്ചമണം പോണ വരെ ഇതുപോലെ സോട്ട് ചെയ്യുക. സിമ്മറിലായിരിക്കും സോട്ട് ചെയ്യേണ്ടത്, സ്ലോ ഫയറിൽ. അല്ലെങ്കിൽ മൈദയുടെ കളർ മാറിക്കഴിഞ്ഞാൽ സൂപ്പിൻ്റെയും കളർ മാറും. സോ ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ്. ഇഫ് യു have celery leaves, you can add celery also. So നമ്മുടെ ബേസിക് ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഈസി ഫ്രഷ് മഷ്റൂം സൂപ്പ്. സോ ഇതിലേക്ക് സൂപ്പിലേക്ക് ഞാൻ ബോയിൽ ചെയ്ത മിൽക്കാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം അല്ലെങ്കിൽ ബോയിൽ ചെയ്ത വാട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെരി ഈസി ടു മേക്ക്, വെരി സിമ്പിൾ. സോ എൻ്റെ ചാനലിൽ ഇതുവരെ എല്ലാ റെസിപ്പീസും ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ്. കുറേ സ്നാക്സും ഉണ്ട്, കുറേ മെയിൻ കോഴ്സുണ്ട്, നോൺ വെജ് ആൻഡ് വെജ്, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, സാലഡ്സ്, സൂപ്സ്, മെയിൻ കോഴ്സ്, ഡെസേർട്സ്. സോ നമ്മുടെ സൂപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയി കഴിഞ്ഞു. പാൽ ഒഴിച്ച് നമ്മൾ ബോയിൽ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി സാൾട്ടിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം പകുതി സവാള, 200 gram ഫ്രഷ് ബട്ടർ മഷ്റൂം, then few carrot strips വീഡിയോയിൽ കണ്ട പോലെ,
ദെൻ ഏകദേശം 300 മില്ലി മിൽക്ക് ആൻഡ് 10 to 15 ഗ്രാംസ് ഫ്ലവർ മൈദ ചിക്കനിന് വേണ്ടി. ഗ്രീൻ പേപ്പർ ആകെ 8-10 നമ്പർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ദെൻ ഡ്രൈ ഗാർലിക് യു ക്യാൻ സേ 5 grams, 5 to 10 grams. സോ നമ്മുടെ സൂപ്പിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മളിതുപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഇതിൽ കുറച്ച് കൂൾ ഡൗൺ ആയതിന് ശേഷം, തണുത്തതിന് ശേഷം മിക്സറിൽ ഇതുപോലെ ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. നമ്മൾ മിക്സിയിലടിച്ച പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഒന്നുകൂടി ബോയിൽ ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് ഇതിലേക്ക് നേരത്തെ സ്ട്രെയിൻ ചെയ്ത സൂപ്പ് ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ബോയിൽ ചെയ്ത് യൂസ് ചെയ്യണം. സോ ഞാൻ അതിൽ സോട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബട്ടർ മഷ്റൂം മാറ്റിയിട്ട് സ്ലൈസ് ചെയ്ത് ഗാസൊക്കെ ഫോർ ഗാർണിഷിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതിലൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സോ സൂപ്പ് നമ്മുടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. കീപ് വാച്ചിങ് മൈ ചാനൽ. പുട്ട് യുവർ കമൻറ്റ്സ്, സജഷൻസ് to my channel and keep visiting. Tell your friends, relatives about my channel. Ask them to subscribe. അവരുടെ അടുത്തും പറയാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞാൻ നേരത്തെ പോലെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ബ്ലോഗുണ്ട്, Sunil K. Nair's blogspot.com, and install also Chef Sunil K. Nair. So you visit my blog, and if you need any recipes to show അതിൻ്റെ വീഡിയോ എന്തെങ്കിലും കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ, സോ ഐ ക്യാൻ ഡു ദാറ്റ് ഓൾസോ. സോ നമ്മുടെ സൂപ്പ് ഏകദേശം ബോയിൽ ചെയ്ത് കഴിഞ്ഞു. സൂപ്പ് ബോയിലാകുമ്പോൾ എപ്പോഴും അതിൻ്റെ മുകളിൽ പതാലും സ്കംപ് വരും. സോ ആൾവേസ് റിമെമ്പർ ദാറ്റ് ടു റിമൂവ് ദാറ്റ് സ്കംപ്, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒരു വേരിയേഷൻ ഉണ്ടാവും. സോ കീപ് വാച്ചിങ് മൈ ചാനൽ. നമ്മുടെ മഷ്റൂം സൂപ്പ് റെഡിയായി കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്. ഫ്രഷ് ഈസി ഫ്രഷ് മഷ്റൂം സൂപ്പ് റെഡിയായി കഴിഞ്ഞു. താങ്ക് യു ബൈ.